അതല്ല ഇപ്പൊ തല്ലുപിടി ചിന്താ കട കുളിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു സ്ഥലം വരെ പോയ ഒരു യാത്ര പോയത് ഒരു വീഡിയോ ആണ്. അപ്പൊ അതെന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, എന്നിട്ടാണ് ബാഗും തൂക്കി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കുഞ്ഞിത് നിൽക്കാൻ ഒറ്റയ്ക്ക് പറ്റൂലല്ലേ ശിവ? ഞങ്ങളിവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഇവിടെ പോണ വഴി ഞാൻ പറയാം. പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ലോഗ് എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും ചളിപ്പൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളത് ക്ഷമിക്കുക. അപ്പം നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അകത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ. ട്രെയിനിൽ കയറി ഇരിക്കുകയാണ്. അപ്പം എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോസിലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ചായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഇങ്ങനെ യാത്രയിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് എന്നെ കാണാത്തത് കേട്ടോ. അപ്പോൾ എന്താണിപ്പോൾ പറയേണ്ടതെന്ന് അറിയില്ലേ. കുട്ടിയെ നോക്കിയിട്ട് വീഡിയോയിൽ നോക്കി ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിട്ടാ. ഒന്നും പറയാൻ പറ്റാണ്ട് ഞാനിങ്ങനെ ഇരിക്കണമായിരുന്നു. സ്മെല്ലടിച്ചിട്ടൊന്നും പറയാൻ പറ്റണ്ടായില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിശപ്പായി. പിന്നെ നമ്മൾ അതായിട്ട് യൂസ്ഡ് ആവുമല്ലോ. അപ്പോൾ വിശപ്പായി കഴിഞ്ഞപ്പോൾ അതേ എള്ളുണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് ശരിയായില്ല. അപ്പോൾ അതേ ആവണ എടുത്ത് കൊടുത്ത് ആവണതേ പൊട്ടിച്ചെടുത്തിട്ട് അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ഓരോന്നും കഴിച്ചു. കുട്ടികളും കഴിച്ചിട്ട് അവർ വേറെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ എള്ളുണ്ട മാത്രം കഴിച്ചോളൂ കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ അധികം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ ചുരുക്കുണ്ടാവും. അതുകൊണ്ട് അധികം കഴിക്കില്ല. എള്ളുണ്ട കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തിയല്ലേ. എവിടെയാണ് സ്ഥലം? കുറേ ടാക്സി അവിടെ കിടക്കണ്ടായി. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ നടന്നാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെ എന്തൊന്നുമല്ല. ഞങ്ങളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്താ? ബൈന്ദൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ നടക്കണം. ഇനി 1 മണിക്കൂറും കൂടി മൂകാംബിക. അയ്യോ വെള്ളോ കാടുണ്ടല്ലോ അപ്പുറത്തേക്ക്. ഞങ്ങളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. കുറച്ച് നടക്കേണ്ടി വന്നു കേട്ടോ. സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പയ്യെ നടക്കായിരുന്നു. ഞങ്ങളിങ്ങനെ കാട്ടിൻ്റെ അല്ല റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോ എത്തോന്ന് അറിഞ്ഞൂടാ. കുറ്റാവൊക്കെ എത്തുള്ളത് തോന്നുന്നുണ്ട്. ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് പിടിച്ചതാണ്. നടന്നു ഇപ്പം മതിയായി. രാത്രിത്തെ 2 എണ്ണുണ്ടേലും നിൽക്കണേ. നമ്മൾ മെയിൻ റോഡിലെത്തി. മൂകാംബികയിലേക്കുള്ള ബസ് കിട്ടിയിട്ടോ. അപ്പോൾ ബസ്സിൽ കയറി നമ്മൾ ഇരിക്കുന്നതാണ്. സീറ്റ് പിടിക്കുന്നതിൻ്റെ തിരക്കിൽ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ബസ്സിൽ സീറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ നമ്മൾ ഇരിക്കണം കേട്ടോ. ബസ്സിലാണ്
ബസ്സിൽ വെച്ചിട്ട് അധികം സംസാരിക്കാൻ ചെറിയൊരു ബസ്സായിരുന്നു. അപ്പോൾ തിങ്ങിരിക്കുകയായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോളൂ കേട്ടോ, അല്ലാണ്ട് സംസാരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ബസ്. ഗ്രാമപ്രദേശമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ യാത്രയിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു വന്നിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ റൂം കിട്ടിയില്ല, അപ്പോൾ റൂമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ചൂടും ഫുഡ് കഴിക്കാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു കട ഉണ്ടായിരുന്നു, കട തുറന്നിട്ടുണ്ടായില്ല, അവിടെ കുറച്ച് തണലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ കയറി നിൽക്കായിരുന്നു കേട്ടോ. റൂം കിട്ടുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇല്ല, അവിടെ നിന്ന് മതിയായി കേട്ടോ. അവർ ബാഗ്, നമ്മളെടുത്ത ബാഗ് വെച്ചിട്ട് അതിൻ്റെ മുന്നൊക്കെ കയറിയിരുന്നാണ് ടൈം കളഞ്ഞേട്ടാ. അവരോട് വെള്ളം വേണമെന്ന് കുപ്പി കാണിച്ചിട്ട് പറഞ്ഞാൽ മതി. ചെന്ന് കാണിച്ചാൽ കുടിക്കുക. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ വെള്ളം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അവനിക്ക് വാങ്ങാനായിട്ട് മടി. ഞാൻ ചുമ്മാ പറഞ്ഞാണ് വെള്ളം വേണോന്ന്, പോയില്ലെന്നറിയാം, എന്നാലും വെറുതെ പറഞ്ഞെന്നുള്ളൂ. വെള്ളം വാങ്ങാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിള്ളേർക്കാണെങ്കിൽ തന്നെ അവിടെ നിന്ന് ക്ഷീണിച്ചിട്ടാ മതിയായി. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി, വർത്താനമായി. എങ്ങനെയുണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്? രസമുണ്ടോ? കട ഉണ്ടായത് ഭാഗ്യം. സൈഡിൽ കയറി നിൽക്കുന്നു. പല്ല് വെച്ചിട്ടില്ല കൈ. പല്ല് വെക്കാണ്ട് രാവിലെ എൻ്റെ പാൽച്ചായം മസാല ദോശയും കഴിച്ചു. പല്ലൊക്കെ പല്ല് വെച്ചില്ല എന്നിട്ട് ഒന്നും വരാൻ പോണില്ല. പോയൊന്ന് ഒരു ദിവസം പല്ല് വെച്ചിട്ട് എന്നിട്ട് ഒന്നും വരാൻ പോണില്ലല്ലേ? വല്ലപ്പോഴല്ലേ? പേസ്റ്റ് മേടിച്ചിട്ട് നാളെ ആക്കാൻ പറ്റില്ല കേട്ടോ. കുട്ടി പോണോ പാവം, കുറ്റൊക്കെ നടന്നു പോകും. മസാല ദോശയാണ് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. മസാല ദോശയും ചമ്മന്തിയും സാമ്പാറും. അപ്പോൾ അതിനിടയ്ക്ക് റൂമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് കഴിച്ചിട്ട് രാവിലത്തെ കഴിച്ചിട്ട് വീണ്ടും അതേ സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും പോയിട്ടോ. ഇങ്ങനെ റൂം കിട്ടി ഗൈസ്. അപ്പം ഇനി റൂമിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നിർത്തി. റൂം കിട്ടിയിട്ടുണ്ട്, പിന്നെ റൂമിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് കുളിച്ച് റെഡിയായി സാരിയൊക്കെ കൂടെ മലയാളി മങ്കിയാവൂന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. സാരി എടുത്തിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ ഉടുക്കും, അല്ലെങ്കിൽ ഡ്രസ്. അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.